السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على النبي الأمين وعلى آله وأصحابه أجمعين أما بعد. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഫെബ്രുവരി മാസം 21 മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കുക എന്ന സന്ദേശമാണ് ജുമുഅ ഖുതുബ മുന്നോട്ട് വയ്ക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വഅൻ അഖീമുസ്സലാത വത്തഖൂഹു വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ നിസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, അള്ളാഹുവിനോട് ഭക്തി പുലർത്തുക, അവൻ്റെ സന്നിധിയിലാണ് നിങ്ങളെല്ലാം ഒരുമിച്ചു കൂട്ടപ്പെടുക എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളെ, ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ നാം വല്ലാത്ത തെളിമ അനുഭവിക്കാറുണ്ട്. ഭൗതിക ചിന്തകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും അകന്ന് ഹൃദയം അള്ളാഹുവിനോടടുത്ത് അള്ളാഹുവിൻ്റെ ഔന്നത്യം ഗ്രഹിച്ച് അനുഭൂതി കൊള്ളുന്ന ചില നിമിഷങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വല്ലാത്തൊരു ആനന്ദം നമ്മെ പുണരാറുണ്ട്. അനിർവചനീയമായ ഒരു സമാധാനം നമ്മുടെ മനസ്സിൽ വന്നു ചേരാറുണ്ട്. ഒരു പ്രത്യേക ശാന്തത നമ്മയാകെ തഴുകാറുണ്ട്. ആ അനുഭവം മായാതെ മറയാതെ തുടർന്നിരുന്നെങ്കിലെന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. സത്യവിശ്വാസികളെ, ഇത്തരം സുന്ദരമായ സന്ദർഭങ്ങളുടെ കാരണമെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹൃദയ സാന്നിധ്യമാണത്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തെക്കുറിച്ചുള്ള ബോധമാണത്. നിസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഖുതുബയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമുക്ക് നമ്മുടെ നിസ്കാരം മെച്ചപ്പെടുത്താം. അങ്ങനെ പുണ്യപ്രവാചകർക്ക് നിസ്കാരം ആനന്ദവും സമാധാനദായകവുമായതുപോലെ നമുക്കും ആക്കിത്തീർക്കാം. പള്ളിയിൽ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്ന തൻ്റെ അനുചരനോട് പ്രവാചകർ പറയാറുണ്ടായിരുന്നത് അഖിമിസ്സലാഹ് അരിഹ്നാ ബിഹാ എന്നായിരുന്നു. അതായത്, ഇഖാമത്ത് വിളിക്കൂ, നിസ്കാരം വഴി നമുക്ക് സമാധാനം പകരൂ എന്ന്. നമ്മുടെ നിസ്കാരം കേവല കായിക ചലനങ്ങൾ എന്നതിൽ നിന്ന് ഒരാത്മീയ സഞ്ചാരമായി മാറേണ്ടതുണ്ട്. കാരണം ഹൃദയ സാന്നിധ്യമുണ്ടാവുമ്പോൾ നിസ്കാരത്തിന് കൂടുതൽ പ്രതിഫലമുണ്ട്. അതിലൂടെ നാം നിസ്കാരത്തിൻ്റെ ആനന്ദം അനുഭവിക്കുകയും രക്ഷിതാവായ അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്നതിൻ്റെ സുഖം രുചിക്കുകയും ചെയ്യും. നിസ്കാരം കൊണ്ട് ഹൃദയത്തിൽ വെളിച്ചം നിറയണമെന്നാഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ, പള്ളിയിൽ നിന്നും നിസ്കാരത്തിനായുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോൾ അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നുവെന്നും കാത്തിരിക്കുന്നുവെന്നും നാം ഉൾക്കൊള്ളുക. ആ വിളിക്കുത്തരം നൽകുക. ബാങ്കിൻ്റെ ഓരോ വാക്കുകൾക്കും പ്രത്യുത്തരം ചെയ്യുക. ഓരോ വാക്കുകളെക്കുറിച്ചും അഗാധമായി ചിന്തിക്കുക. അല്ലാഹു അക്ബർ എന്നു മുഅദ്ദിൻ ഉരുവിടുമ്പോൾ സർവവസ്തുക്കളെക്കാളും വലിയവനും സകല ചരാചരങ്ങളെക്കാളും മഹത്വമുള്ളവനും അല്ലാഹുവാണെന്ന് നാം മനസ്സിൽ ഉൾക്കൊള്ളുക. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അതേ മുഅദ്ദിൻ വീണ്ടും പറയുമ്പോൾ എല്ലാ കെട്ടുപാടുകളും തിരക്കുകളും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിക്കുക. വിശുദ്ധ പ്രവാചകരുടെ രീതി ബാങ്ക് കേട്ടാൽ ഉടൻ നിസ്കാരത്തിനായി ചാടിയെഴുന്നേറ്റ് വുളൂ ചെയ്യുക എന്നതായിരുന്നു. അള്ളാഹുവുമായി ഹൃദയബന്ധമുള്ളവർ അങ്ങനെയാണ് ചെയ്യുക. വുളൂ ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുന്നത് താൻ ഓരോ അവയവവും കഴുകുമ്പോഴും അതുവഴി പാപങ്ങൾ കഴുകിക്കളയുന്നു എന്നാണ്. പ്രവാചകർ പഠിപ്പിച്ചതും അതുതന്നെയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരി. ഒരാൾ നല്ല രീതിയിൽ വുളൂ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകും. എത്രത്തോളം എന്നാൽ വിരലുകളിലെ നഖത്തിനു കീഴിൽ നിന്നു പോലും പാപങ്ങൾ ഇല്ലാതാകും. വുളൂ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് മുന്നിൽ നിൽക്കാനായി ഹൃദയത്തെ പാകപ്പെടുത്തുക. അതിനായി
പ്രവാചകർ പഠിപ്പിച്ചതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതത്വഹിരീൻ. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും അവനു പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതരുമാണെന്നും ഞാൻ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹുവേ, നീ എന്നെ നിന്നിലേക്കു പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിലും വിശുദ്ധി നിലനിർത്തുന്നവരിലും ഉൾപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന നാം നടത്തണം. കാരണം വുളൂഇന് ശേഷം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവർക്കു വേണ്ടി ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാ, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും ഈ പ്രാർത്ഥന നടത്തുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നും അതിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നും വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരമെന്ന അള്ളാഹുവുമായുള്ള മഹാസംഗമത്തിന് നാം അംഗശുദ്ധിയിലൂടെ ദിക്റുകളിലൂടെ ഇതുവരെ സന്നദ്ധരാവുകയായിരുന്നു. അതിനുവേണ്ടി ശരീരവും വസ്ത്രവും സുഗന്ധം പുരട്ടി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നാം ഒരുങ്ങുകയായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് നാം വഴിപ്പെടുന്നതിൻ്റെ ഭാഗമാണത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ്. ഹേ ജനങ്ങളെ, എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾ വസ്ത്രാലങ്കാരമണിയുക. നമ്മുടെ ശരീരത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ മോശം ഗന്ധം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാരണം മനുഷ്യർക്കു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മലക്കുകളെയും ബുദ്ധിമുട്ടിക്കുമെന്ന് വിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിലൂടെ അള്ളാഹുവുമായി നാം നടത്തുന്ന കൂടിക്കാഴ്ചയുടെ മഹത്വം സച്ചരിതരായ പൂർവികരും നല്ല മനുഷ്യരും ഉൾക്കൊണ്ടതുപോലെ നമ്മളും ഗ്രഹിക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനായി വുളൂഅ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെ മാറുമായിരുന്നു. ആളുകൾ ഒരിക്കൽ എന്താണ് അതിനു കാരണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ആരുടെ മുന്നിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നതെന്നും ആരോടാണ് ഞാൻ സംസാരിക്കാനിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ലോകപരിപാലകനായ അള്ളാഹുവിനെ മുഖാമുഖം കാണുന്നുവെന്ന് നാം ഉൾക്കൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, നിസ്കാരത്തിലെ നിറുത്തത്തിലും സുജൂദിലുമെല്ലാം നമ്മെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിസ്കാരത്തെ അശ്രദ്ധമായി ലാഘവത്തോടെ നോക്കിക്കാണുന്നവർ എന്താണു കാത്തിരിക്കുന്നത്? വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അവർ കേട്ടിട്ടില്ലേ? ഇന്നർ റജുൽ ലയൻസരിഫ് വമാ കുത്തിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി, ഒരാൾ നിസ്കാരം കഴിഞ്ഞു തിരിച്ചു പോകും, പക്ഷേ നിസ്കാരത്തിൻ്റെ 10 മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവൂ. എന്തേ അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളാത്തത്? രക്ഷിതാവായ അള്ളാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നത് എന്ന് എന്തേ അവർ മനസ്സിലാക്കാത്തത്? പ്രവാചകർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇന്ന അഹദക്കും ഇദാ സ്വല്ല യുനാജി റബ്ബഹ്, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. സത്യവിശ്വാസികളെ, നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുണ്ടാവാൻ വിശ്വാസിയെ സഹായിക്കുന്ന ഒരു കാര്യം ശാന്തനായി സഗൗരവം നിസ്കാരത്തിന് എത്തിച്ചേരുക എന്നതാണ്. നിസ്കാരത്തിൽ പ്രവേശിച്ച് ഫാത്തിഹ തുടങ്ങുമ്പോൾ അള്ളാഹു തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെന്നും താൻ ഓതുന്നതിന് മറുപടി പറയുന്നുണ്ടെന്നും ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. പ്രവാചകർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: വിശ്വാസി നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നു ഫാത്തിഹയിൽ ഓതുമ്പോൾ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നുവെന്നും അർ-റഹ്മാനിർ റഹീം എന്നു പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നുവെന്നും മാലികി യൗമിദ്ദീൻ എന്നു പാരായണം ചെയ്യുമ്പോൾ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നുവെന്നും അല്ലാഹു മലക്കുകളോട് പറയുമത്രേ. തുടർന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
എന്നു പാരായണം ചെയ്യുമ്പോൾ ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണെന്നും ഇനി അവനിഷ്ടമുള്ളത് ചോദിക്കാമെന്നും അള്ളാഹു സാക്ഷ്യപ്പെടുത്തും. അപ്പോഴാണ് നാം അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന പ്രാർത്ഥന നടത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി, ഇതെല്ലാം എൻ്റെ അടിമക്ക് ഞാൻ നൽകിയിരിക്കുന്നുവെന്നും അവന് ഇഷ്ടമുള്ളത് ഇനിയും ചോദിക്കാം എന്നുമാണ്. സത്യവിശ്വാസികളെ, നാം നിസ്കാരത്തിൽ റുക്കൂഇലായിരിക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന തസ്ബീഹ് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ധാരാളമായി വാഴ്ത്തണം. അത് പ്രവാചകരുടെ ആഹ്വാനമാണ്. അമ്മർ റുക്കൂഅ് ഫഅള്ളിമൂ ഫീഹി റബ്ബ്, റുക്കൂഇൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുക. റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ് എന്ന ദിക്റിലൂടെ നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്തുതി അള്ളാഹു കേൾക്കും, പ്രശംസ അവൻ സ്വീകരിക്കും, പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരും, പാപങ്ങളെല്ലാം അവൻ പൊറുക്കുകയും ചെയ്യും. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാം റുക്കൂഇൽ നിന്നുയർന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നു തുടങ്ങുന്ന ദിക്റ് ചൊല്ലണം. കാരണം ആ സമയത്ത് മലക്കുകൾ ഈ ദിക്ർ ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും ദിക്ർ മലക്കുകളുടെ ദിക്റിനോടൊന്നിച്ചു വന്നാൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിങ്ങളെത്തിയാൽ, അഥവാ അള്ളാഹുവിന് വിനീത വിധേയരായി നിങ്ങൾ സുജൂദ് ചെയ്താൽ, ഏറ്റവും മഹത്തരമായ പദവിയിലാണ് നിങ്ങളെത്തിയിരിക്കുന്നത് എന്നു മനസ്സിലാക്കുക. അവിടെ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമാണെന്ന് ഉറപ്പിച്ചുകൊള്ളുക. സുജൂദിൽ പരമാവധി സ്രഷ്ടാവിൻ്റെ സാമീപ്യം നേടി അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അവൻ്റെ ഔന്നത്യത്തിനു കീഴ്പ്പെട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാവർത്തിച്ചുരുവിടുക. ആകാശഭൂമികളുടെ അധിപനുമായി നിങ്ങൾക്കു ലഭിക്കുന്ന ഈ അസുലഭ സാമീപ്യം പ്രാർത്ഥനകളാൽ ധന്യമാക്കുക. അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്യുക, റബ്ബിൻ്റെ സാമീപ്യം നേടുക. പ്രവാചകരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറുദ് ദുആ. സുജൂദിലായിരിക്കുമ്പോഴാണ് ഒരടിമ തൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ അവസാനം എല്ലാ നന്മകളും അഭിവാദ്യങ്ങളും അത്തഹിയ്യാത്തിലൂടെ നാം അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. തുടർന്ന് വിശുദ്ധ പ്രവാചകരോടും സ്വന്തത്തോടും നല്ല മനുഷ്യരോടും നാം സലാം പറയുകയാണ്. പ്രവാചകർ ഇങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. അന്ത്യനാളിൽ ഒരാൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം അയാളുടെ നിസ്കാരമാണ്. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ്. നിസ്കാരം ശരിയാണെങ്കിൽ അവൻ തീർച്ചയായും വിജയികളിൽ ഉൾപ്പെടും. വ ഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിർ. നിസ്കാരം മോശമാണെങ്കിൽ അവൻ സമ്പൂർണ്ണ പരാജിതനാവുകയും ചെയ്തു. ഫഇൻ ഇൻതഖസ മിൻ ഫരീളതിഹി ശൈഉൻ ഖാല റബ്ബു തബാറക വ തആല ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വ. ഇനി ഒരാളുടെ ഫർള് നിസ്കാരങ്ങളിൽ വല്ല പോരായ്മയും കുറവുമുണ്ടെങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയുന്നത് ഈ അടിമ വല്ല സുന്നത്തു നിസ്കാരങ്ങളും നിർവഹിച്ചിട്ടുണ്ടോ എന്നു പരിശോധിക്കാനാണ്. എന്നിട്ട് പ്രവാചകർ തുടർന്നു പറഞ്ഞു, ഫയുകമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീള. ആ സുന്നത്തുകളുണ്ടെങ്കിൽ ആ സുന്നത്തുകൾ വെച്ച് ഫർളിൽ വന്ന നഷ്ടങ്ങൾ, പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്ന്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.